മക്കളെ റാത്തല്ല പെരിയിലിതാ കിണറത്തുണ്ട്, പിന്നെ മുറ്റങ്ങൾ റെഡിയാക്കാണ്ട് മാർബിൾ ഇരിക്കാണ്ട്. അപ്പോൾ ഇതാ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് അത് കോങ്ങൽപ്പടിക്കൽ പുതിയ മാർബിളിൻ്റെ അല്ല കട്ട വിരിക്കുന്ന സെറ്റപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് മാർബിൾ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ ആയിട്ട് എന്താ കട്ട നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളൊക്കെ ചില ആൾക്കാർ വീട്ടിൽ കട്ട വിരിക്കേണ്ട ആൾക്കാരുണ്ടാവും, അതേമാതിരി സെറ്റപ്പ് ആക്കേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങൾക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട് വീഡിയോ ചെയ്യണം. ഇൻഷാല്ലാ നമുക്ക് മൊബൈലുണ്ട് അടിക്കാം. ഞാനേ ഇതാണ് ഇവിടെ അറിയാം റോയൽ കട്ടതാ പെട്രോൾ പമ്പ്. നമ്മളെ ഇവിടുത്തെ പെട്രോൾ പമ്പ് കഴിഞ്ഞ പാട് കോങ്ങൽപ്പടിക്കത്തെ പെട്രോൾ പമ്പ് കഴിഞ്ഞ പാടിന് ഉള്ളിലുണ്ട്. ഏത് റോയൽ ബ്രിക്ക് ആൻഡ് ഇൻ്റർലോക്ക് എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട് കേട്ടോ. കാര്യങ്ങൾ രണ്ടിലെ നല്ല സെറ്റപ്പിൽ വിരിച്ചിരിക്കണം മാഷാല്ലാ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ആവശ്യമായ അളവ് ഇവനെ കൊണ്ടേ എടുക്കാച്ചിട്ട് വന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവനാട് വന്നിട്ട് സംഭവം എടുത്തോടെ ഇൻഷാല്ലാ. എനിക്ക് തോന്നുന്നത് അതാണ് നല്ലത്. അവിടേക്കനുസരിച്ച് എന്ത് ചെയ്യുക പരിപാടികളൊക്കെയാണ് കഴിക്കാം. പിന്നെ ഒഴിവിനും ഇടയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുക അതൊക്കെ ഈ പണികളൊക്കെയാണ് തീർത്തേക്കാലം ഇൻഷാല്ലാ. ഇതിപ്പോൾ ഒന്നാണിത് 18 എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. വണ്ടിയിൽ നിങ്ങൾ ഫുള്ള് മാഷാല്ലാ. നിങ്ങൾ മാനുഫാക്ചറിങ് ഇവിടെ തന്നെയാണ് ഇവിടെ വെച്ച് ചെയ്യാം. ഫുള്ള് ഇവിടെ ബാക്കിൽ തന്നെ സൗകര്യങ്ങൾ. അല്ല ഈ ഘട്ടങ്ങളോ കോബിളൊക്കെ ഇവിടെ തന്നെ ചെയ്യാം. മാഷാല്ലാ സെറ്റാണ് കേട്ടോ. ഈ കോബിളൊക്കെ ഏകദേശം സ്ക്വയർ ഫീറ്റ് എത്ര വരുന്നുണ്ട്? സുമാർ വരുന്നുണ്ട്. 75 രൂപ വരുന്നുള്ളൂ അല്ലേ? എന്നാലും സെറ്റാണ് സംഭവം. മാഷാല്ലാ. എന്നാലും പിന്നെ നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കില്ല. ഏകദേശം നമ്മളെ അറൗണ്ട് എവിടെയൊക്കെ ഉണ്ട് പണി? 25 കിലോമീറ്റർ ചുറ്റളവിൽ അറൗണ്ടിൽ നടക്കുന്നുണ്ട് ഇൻഷാല്ലാ. ഉള്ള വർക്ക് ചെയ്തിട്ട് ജോലിയിലൊക്കെ. പിന്നെ എപ്പോഴും ഇതിൻ്റെ വരി അളവെടുക്കാൻ വരാം? വൈകുന്നേരം വരാം ഇൻഷാല്ലാ. അപ്പോൾ എന്താ വെച്ചാൽ ഒഴിവിനനുസരിച്ച് വാ. അവിടെ പണിക്കാരുണ്ട്, എനിക്ക് അളവോടെ കറക്റ്റ് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ എന്താ പറയുക കട്ടിങ് കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, പെര കൂടിയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഏർപ്പാടായിട്ട് നടക്കണത്. നിലത്തൊക്കെ വിരിക്കണ കണ്ടിട്ടില്ല മക്കളെ മാഷാല്ലാ സെറ്റായിട്ട്. അപ്പോൾ കോട്ടിയാടിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ എന്താ ചെയ്യണേ, കട്ട വിരിക്കണേ. കോട്ടിയാടിൻ്റെ ഉള്ളിലൊക്കെ വിരിക്കുന്നുണ്ട്. സൈസാണ് ഇതിലാ. അതിൻ്റെ ഇടയിൽ ചെറിയ പീസ് ഇട്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റോണിൻ്റെ ലുക്കും വരും. മാത്രമല്ല എന്താ പറഞ്ഞാൽ ഈ വെള്ളം ഉറ്റിയിട്ട് ഭയങ്കര പ്രയാസം വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, വെള്ളം ഉറ്റും ചെയ്യും, ഉറ്റാലും പ്രശ്നമില്ല. പുതിയ ഉള്ളു ഭൂമിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. യൂസ് ചെയ്യാനും ടാബ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഡ്രോയിങ്ങിലും, ഇപ്പോൾ പൊന്നാനിത്തെ ഡ്രോയിങ്ങിലൊക്കെ എന്തുണ്ട്, ഒരു ചെറിയ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് റൂമിൻ്റെ വിസിറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് ഇതേ രീതിയിലാണ് കേട്ടോ മാഷാല്ലാ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോയാക്കാം. അവിടെയൊക്കെ സാധനം ഉണക്കാൻ വെച്ചാൽ അത് പെയിൻ്റ് അടിച്ച് വെച്ചതാണല്ല. ഫുള്ള് സംവിധാനങ്ങൾ ഇവിടെ തന്നെ, എല്ലാ സൗകര്യങ്ങളുള്ള ഏരിയ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇങ്ങനത്തെ ഒരു നല്ല വിശാലമായൊരു സെറ്റപ്പുള്ളൊരു ഏരിയ ആയതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ കൗങ്ങൽപ്പടിക്ക പള്ളീൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഷാല്ലാ. ഇതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഇവിടെ തന്നെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ലൈവായിട്ട് ഇത് കാണിക്കുന്നത് കേട്ടോ. സംഭവം നിലവിൽ എന്ത് ചെയ്യണേ കാണിക്കണേ. നമ്മൾ ആൾക്കാർ വിചാരിച്ചു ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്ന് ഇറക്കിയിട്ട് ചെയ്യാണ്. അതേ സിസ്റ്റം തന്നെ, റബ്ബറിൻ്റെ അതല്ല 4 സൈസ് വരുന്നല്ലേ. മേലെ വരും. ഇതാകുമ്പോൾ എന്താ പറയുക, സേഫ്റ്റിയാണിത്. ഇത് അത്രയും ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു എത്ര ലോഡ് എടുക്കും ഈ സാധനം, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ചെറിയ പോർഷൻ ഉണ്ടല്ലോ നമുക്ക് ഈ വളഞ്ഞ് വരുന്ന ഭാഗത്തൊക്കെ വിരിക്കാൻ വളരെ സുഖമാണ് ഈ സംഭവം. ഇത് ഇതാണ് യൂണിറ്റ് ഇവരെ സംഭവം എന്താ പറയുക, ഇപ്പോൾ നിർത്തിയതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഞാൻ കയറി വന്നത്. അപ്പോൾ എന്താണ് സംഭവം, ഇവരിവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഇത് വലിയ മോൾഡാണ് അല്ലേ, പ്ലാസ്റ്റിക് തന്നെ അല്ലേ? റബ്ബർ ബോണ്ട്. ഇത് 18-24 അങ്ങനെ പോവുള്ളൂ അല്ലേ? വലുതാവുമ്പോൾ വലിയ ദിവസമാകുമ്പോഴേ മാഷാല്ലാ അവർ ഭക്ഷണം കഴിക്കണേ, അതൊക്കെ കഴിച്ചോട്ടെ അവർ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താണ് ജസ്റ്റ് 97 അപ്പോൾ നിങ്ങൾ ഇതാ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്തോളി, ഇവരെ വിളിച്ചോളി. ഏത് ഘട്ടമാണെങ്കിലും ഇനി മോഡൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, ഇതാ ഇവർ അതിനനുസരിച്ച് സെറ്റപ്പ് ആക്കി തരും. മിക്സർ മെഷീനിൽ സാധനം ആക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ടാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. ഒരു ദിവസം എന്ത് ചെയ്യുക ഇൻഷാല്ലാ, അവർ എങ്ങനെ നിർമ്മിക്കണേ എന്നുള്ളൊരു വീഡിയോ ആണെങ്കിൽ നമുക്ക് ഒരു ഒഴിവിനനുസരിച്ച് ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടുണ്ടോ കട്ട വിരിക്കാനുള്ളവർ. ഇതിലിപ്പോൾ താബൂക്ക് നിങ്ങൾ ഇവിടെ നിർമ്മിക്കണ്ട? നിലവിലുണ്ട്. ഏതൊക്കെ സൈസുള്ളത്? 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച്. സിഗ്സാഗിൻ്റെ പെട്രോൾ പമ്പിൽ മാത്രമൊന്നുമല്ല, ഇപ്പം എത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇത് എല്ലായിടത്തും ഇപ്പോൾ ഉപയോഗിക്കേണ്ട നിലവിൽ. ഇത് സ്ക്വയർ ഫീറ്റ് എന്താ റേറ്റ് വരുന്നുണ്ട് സുമാർ? 70 വരും. എന്താ പറയുക, സെറ്റാണ് സംഭവം. ഇട്ട് നോക്കിയാൽ പിന്നെ ഒന്നും നോക്കണ്ട. മാത്രമല്ല ഏത് ഒരു പെണ്ണിന് വേണമെങ്കിൽ ഇതാ അത് വിരിക്കുകയാണെങ്കിൽ ഓൾക്കും വിരിക്കാം. ഈ സാധനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, ഒരു പെണ്ണ് ഇരുന്നാണ്ട് വിരിക്കുകയാണെങ്കിൽ ഓൾക്കും വിരിക്കാം. ഈ സംഭവം അങ്ങനെ കുടുക്കി കൊടുത്ത് പോയാൽ മതി.
അപ്പോൾ ഇൻഷാല്ലാ ഈ പരിക്കുന്നാല് അതേപോലെ തന്നെ സ്റ്റോക്ക് നമുക്ക് വെന്നൂര് കമ്പനി ഉണ്ട്. ആ വെന്നൂര് ഇതേപോലെ തന്നെ റോയലിൻ്റെ ഇനി എമർജൻസി ഉള്ളവർക്ക് വലിയ വലിയ ഓർഡർ ഉള്ളവർക്ക് അവിടെ വെച്ചിട്ട് ചെയ്ത് റെഡി ആയി കൊടുക്കൂല. കമ്പനിയിൽ മാനുഫാക്ചറിംഗ് ഉണ്ട്. ഇൻഷാല്ലാ ആയിക്കോട്ടെ. എന്തായാലും റിംഗ് ഉണ്ട് ഇവിടെ. ആ റിങ്ങും കാര്യങ്ങളും അത് നമ്മളെ സുഹൃത്തിൻ്റെ സ്നേഹം തന്നെയാണ്. ഓക്കെ ഇൻഷാല്ലാ ആയിക്കോട്ടെ. എന്തായാലും വേണ്ടിയില്ല, പരിപാടി നടക്കട്ടെ. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആർക്കും വളരെ സിമ്പിളാണ്. നമ്മളെ റേഷൻ കടയുടെ നേരെ ഓപ്പോസിറ്റ് കോങ്ങൽപ്പടി അങ്ങാടി തന്നെ ഉണ്ട്. സെറ്റാണ്.